ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു കാലമാണല്ലേ. പരീക്ഷ, അത് നമ്മുടെ ഒരു വർഷത്തെ ആനുവൽ എക്സാം വരുന്ന സമയമാണ് മാർച്ച് മാസം. 2 മാസത്തെ വേനലവധിക്ക് തൊട്ട് മുമ്പുള്ള ആ മാർച്ച് മാസത്തിലെ പരീക്ഷയെ പേടിക്കാത്ത കുട്ടികൾ വളരെ കുറവായിരിക്കും. പരീക്ഷ മുന്നിലെത്തി, ദിവസങ്ങൾ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. പഠിച്ചിട്ട് എവിടെയും എത്തുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഹാർഡ് വർക്ക് റിസൾട്ട് കിട്ടുന്നില്ല. തനിക്ക് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ എവിടെ എത്തിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാണ്ട് ഒന്നും ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നം നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡായി പോകാറുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ എങ്ങനെ വളരെ ട്രിക്സ്റ്ററായിട്ട് വളരെ ട്രിക്കിയായ രീതിയിൽ നേരിടാമെന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഏറ്റവും വലിയ പ്രശ്നക്കാരായ ഒരു സ്വഭാവമുണ്ട്, അത് പ്രൊക്രാസ്റ്റിനേഷനാണ്. ഏതൊരു കാര്യത്തെയും പിന്നീട് മാറ്റിവെക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരീക്ഷാ സമയത്തും നമുക്ക് സംഭവിക്കുന്ന വലിയ തെറ്റ് അത് തന്നെയാണ്. പഠിക്കാതിരിക്കുന്ന സമയം നല്ല മൂഡിലൊക്കെ സെറ്റായിരിക്കുമ്പോൾ തോന്നും ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിക്കാതിരിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈലുള്ള സമയമാണ്. 10ാം ക്ലാസ് കുട്ടികൾക്ക് മൊബൈലുണ്ട്. മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും, ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാമെന്ന് വിചാരിക്കും, പിന്നെ അതങ്ങനെ ഒരു കണ്ടിന്യൂഷനായിട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഈ പ്രൊക്രാസ്റ്റിനേഷൻ കാരണം, ഈ മാറ്റിവെക്കുന്ന സ്വഭാവം കാരണം നമ്മുടെ ഷെഡ്യൂളുകൾ മൊത്തം താളം തെറ്റി പോകാറുണ്ട്. ആദ്യം നമ്മളിവിടെ ലൈഫിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ക്യാരക്ടറാണ് പ്രൊക്രാസ്റ്റിനേഷൻ. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഉടനടി ചെയ്ത് തീർക്കുക. ബിക്കോസ് ടൈം മാറ്റേഴ്സ്. സമയം എന്ന് പറയുന്ന കാര്യം വളരെ വാല്യുബിളാണ്. സമയം പോയി കഴിഞ്ഞാൽ അത് പോയി, ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ് സമയം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ഡിഗ്രിയിൽ പഠിക്കുന്ന കുട്ടികളോടും അല്ലെങ്കിൽ റിപ്പീറ്റിന് ആൾക്കാരൊക്കെ പറയാറുണ്ട്, നമ്മൾ ചിലപ്പോൾ 3 വർഷം ഡിഗ്രി പഠിക്കുമ്പോൾ ഒരുപാട് സപ്ലികളുണ്ടാകുമ്പോൾ വിചാരിക്കും സപ്ലി എഴുതി തീർക്കാം, പിന്നീട് എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അവിടെ സപ്ലി എഴുതി തീർക്കുക എന്നുള്ള മാറ്റേഴ്സ്, അവിടെ ഒരു വർഷം നമുക്ക് നഷ്ടമായി പോകുന്നതാണ് പ്രശ്നം. അപ്പോൾ അത്തരത്തിൽ സമയത്തെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ബിഹേവിയർ മാറ്റി വെച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്താൽ നമുക്ക് ഏത് പരീക്ഷയ്ക്കും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നല്ലൊരു എനർജി അവിടെ കിട്ടും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ്, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം വളരെ സ്ട്രോങ് ആണ്, വളരെ ബിഗാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ, അതിലേക്കുള്ള ഓരോ ട്രാക്സും നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യുന്നില്ല എന്നുള്ള മറ്റൊരു പ്രശ്നമാണ്. വളരെ വലിയൊരു ടാർഗറ്റ് ഉണ്ട്, വളരെ വലിയ ലക്ഷ്യമുണ്ട്, സ്ട്രോങ് ആയ ലക്ഷ്യമുണ്ട്. പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഓരോ വഴികളെയും നമ്മൾ തരണം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും തോറ്റു പോകാറുണ്ട്. ഇതിന് രണ്ടിനും ക്ലിയർ ഔട്ട് ചെയ്യാനും എല്ലാം ഒന്ന് വളരെ സ്ട്രക്ചേർഡ് ആക്കി കഴിഞ്ഞാൽ, വളരെ പ്രോപ്പറായിട്ടുള്ള ഷെഡ്യൂൾ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എക്സാമിന് മുമ്പുള്ള 2-3 വീക്ക് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. ഇഫ് യു ഡ്രീം ബിഗ് ദെൻ യു വിൽ വർക്ക് ബിഗ്. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം വളരെ സ്ട്രോങ് ആണെങ്കിൽ, വളരെ വലിയ സ്വപ്നമാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനുള്ള വർക്കും വളരെ വലുതായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ലൈഫിൽ നമുക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഷെഡ്യൂൾഡായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് 4 ട്രിക്ക് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്നും രാവിലെ എണീറ്റ് ഉടനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏർലി മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ആ ദിവസം ചെയ്ത് തീർക്കേണ്ട ഏതെല്ലാം വർക്ക്സ് ഉണ്ടോ അത് നോട്ട് ഡൗൺ ചെയ്യാം. 1 by 1 ആയിട്ട് രാവിലെ എണീറ്റ് നമുക്ക് ഇത്ര പോർഷൻസ് കവർ ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഇന്ന ബുക്ക് വായിച്ച് തീർക്കാനുണ്ട്, ഒരു എക്സ്ട്രാ ബുക്ക് വായിക്കാനുണ്ട്, ന്യൂസ് കാണാനുണ്ട്, എന്താണ് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക 1 by 1 ആയിട്ട്. വേണമെങ്കിൽ ടൈമും കൂടി മെൻഷൻ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു, ടൈം മെൻഷൻ ചെയ്യാതിരിക്കാം. ആ ടു ഡു ലിസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം രാത്രി കിടക്കാൻ പോകുമ്പോൾ ആ ടു ഡു ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ടിക്ക് ചെയ്യാം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം ചെയ്തിട്ടില്ല, ആ ചെയ്യാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് അത് ഡിലേ വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് മാറ്റി വെക്കപ്പെട്ടു, അതിന് റീസൺ നോട്ട് ഡൗൺ ചെയ്യാം. ഇഫ് യു കണ്ടിന്യൂ ദിസ് പ്രോസസ് ഒരു ഡെഫിനറ്റ്ലി ഒരു 1 month 2 month ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ സിസ്റ്റമാറ്റിക് വേയിലേക്ക് മാറും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മിക്സ് ഇറ്റ് വെൽ എന്നാണ്. അതായത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മിക്സപ്പ് ചെയ്യുക. എങ്ങനെ മിക്സപ്പ് ചെയ്യാമെന്നായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്സ്, ബയോളജി പഠിക്കാണ്ട് വിചാരിക്കാം. ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് മാത്സ് പഠിച്ചാൽ ബോറടിക്കും. ഓഫ് കോഴ്സ് ഹ്യൂമാനിറ്റി പരമായ കാര്യമാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പഠിച്ച് ബോറടിക്കും. അപ്പോൾ നമ്മുടെ ഒരു സയൻസ് ഭാഷയിൽ പറഞ്ഞാൽ കൃഷിയുടെ കാര്യത്തിലൊക്കെ മിക്സഡ് ക്രോപ്പിംഗ് ഉണ്ട്. അതായത് ഒരു ഫീൽഡിൽ 2-3 തരം ധാന്യങ്ങൾ വിളയിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതേപോലെ പഠിക്കുന്ന സമയത്ത് ഒന്ന് മിക്സപ്പ് ചെയ്യുക. അപ്പോൾ മോർണിംഗിൽ കുറച്ച് സമയം ഒരു 1/2 hour നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഇംഗ്ലീഷ് തീർത്തു. ദെൻ നെക്സ്റ്റ് ഒരു 15 to 20 minutes റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്ത് ബാക്കിയുള്ള 15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ അടുത്ത സബ്ജക്റ്റ് പഠിച്ചു. അങ്ങനെ കുറേശ്ശെ എല്ലാം പഠിച്ച് മിക്സപ്പ് ചെയ്തിട്ട് അത് എസെൻഷ്യൽ ടൈമിൽ എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, റിമെമ്പർ വൈ യു ആർ സ്റ്റഡിങ്. ഇന്നസെൻ്റ് പറഞ്ഞ പോലെ എന്തിനാ പഠിക്കുന്നത് ചോദിക്കണില്ലേ, നീ എന്തിനാ പഠിക്കണേന്ന്. അത് ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും മനസ്സിലുണ്ട്. എന്തിനാ പഠിക്കുന്നത്? മാർക്ക് വാങ്ങാനാണ്, A+ വാങ്ങാനാണ്, നല്ല സ്കോർ ഉണ്ടാക്കാനാണ്, നല്ല കോളേജ് അഡ്മിഷൻ ലഭിക്കാനാണ്, നമ്മുടെ പാരൻസിനെ ഹാപ്പി ആക്കാനാണ്, നമ്മുടെ സറൗണ്ടിങ്സിനെ, നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ റിലേറ്റീവ്സിനെ ഹാപ്പി ആക്കാനാണ്, അത് നമ്മുടെ സെൽഫ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്.
അതല്ലെങ്കിൽ ഫ്യൂച്ചർ നല്ലൊരു ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീമായിട്ടുള്ള നല്ലൊരു കരിയർ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും എന്തിനാണ് പഠിക്കുന്നത്, ആ ഒരു റീസൺ, അതിനുള്ളൊരു പെർട്ടിക്കുലർ റീസൺ എന്നും മൈൻഡിൽ ഫ്രെയിം ചെയ്ത് വെക്കുക. അത് വിഷ്വലൈസ് ചെയ്യുക. അത് നമ്മൾ എന്തിനാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, അത് വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ റീസൺ എന്നും മൈൻഡിൽ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക. ദെൻ ഇറ്റ് വിൽ ബി എ ഗുഡ് റീസൺ ഫോർ യു ടു സ്റ്റഡി. നമുക്ക് പഠിക്കാൻ നല്ലൊരു റീസൺ ആയിട്ട് മാറും. ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യണം, റിമെമ്പർ വൈ യു ആർ സ്റ്റഡിങ്. അത് എപ്പോഴും മനസ്സിലേക്ക് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക. 4ാമത്തെ കാര്യമാണ് ഒരു ഫ്യൂ സെക്കൻഡ് റൂൾ എന്നുണ്ട്. അതായത് നോർമലി പറയാം 5 സെക്കൻഡ് റൂൾ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. രാവിലെ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ഒരു കണ്ണിങ്ങ് തുറന്ന് നല്ല വെയിലൊക്കെ ആവുന്ന സമയത്ത് എണീക്കും ചില ആൾക്കാർ. കണ്ണ് തുറന്നിട്ട് നമുക്ക് തോന്നും രാവിലെ ആയിട്ടുണ്ട്, 6 മണി 6:30 ആയിട്ടുണ്ട്, എണീക്കണമെന്ന് തോന്നുമ്പോൾ പക്ഷേ എവിടെയോ നമ്മുടെ മൈൻഡിനൊന്ന് വലിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും. കുറച്ചുകൂടി 5 മിനിറ്റ് കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കിടക്കാം, സമയം 6:35 ആയിട്ടുള്ളൂ, 6:45 എണീക്കാം, അല്ലെങ്കിൽ 6:25 ആയിട്ടുള്ളൂ, 6:30 എണീക്കാം. ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരും. ആക്ച്വലി ഏതൊരു മനുഷ്യന് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഒരു 5 സെക്കൻഡ്സ് മതി എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ബെഡിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും, നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തുള്ള എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ മാക്സിമം എഫേർട്ട് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പുസ്തകം വായിക്കണം തോന്നാം. ആ പുസ്തകം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ ടി വിയിൽ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എയിം ബുക്ക് വായിക്കുക എന്നുള്ളത് മനസ്സിലാലോചിച്ചിട്ട് തന്നെ ആ ടി വി കാണാൻ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന നല്ല കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ആ പുസ്തകം എടുത്ത് വായിക്കാൻ തീരുമാനിക്കുക. ആ 5 സെക്കൻഡോടെ ആ ഒരു കംഫർട്ട് ബ്രേക്ക് ചെയ്ത് ഡിസ്കംഫർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓക്കെ ആവും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഡിസ്കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാ കാര്യവും സിസ്റ്റമാറ്റിക് ആവും. ഇവിടെ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് സമയം മുമ്പിലുള്ളൂ. അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു നല്ല മാർക്ക് വാങ്ങാൻ വളരെ ഈസി ആയിരിക്കും. ഈ ഫുൾ A+ വാങ്ങുക എന്ന് പറയുന്നതും 90% മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഒന്ന് ഷെഡ്യൂൾ ചെയ്താൽ മതി. നമ്മൾ ലൈഫിൽ ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരിൽ സ്റ്റോറി എടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അവരാരും പഠിക്കുന്ന ചെറുപ്പം തൊട്ടേ ഹൈ ഐക്യുള്ള ആളുകളൊന്നും ആയിരുന്നില്ല, ഗ്രാജുവലി പഠിച്ചൊന്ന ആൾക്കാരാണ് അല്ലേ, അല്ലെങ്കിൽ ലൈഫിലൊരു സമയത്ത് എവിടെയെങ്കിലും ഫെയിലിയർ വന്നപ്പോൾ ആ ഫെയിലിയറിനെ ഓവർകം ചെയ്ത ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റഡി ലെവലിൽ നിങ്ങൾ പ്രോപ്പർ എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് സിസ്റ്റമാറ്റിക്കായി ടു ഡു ലിസ്റ്റൊക്കെ റെഡിയാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു ക്യാൻ അച്ചീവ് ബിഗർ തിങ്സ്. നമ്മുടെ ലൈഫിൽ വലിയ വിജയങ്ങൾ നേടാൻ നമുക്ക് സാധിക്കും. നമ്മൾ എന്നും മനസ്സിൽ കാണേണ്ടത് ലോകത്തിലെ ഉയരങ്ങളിലെത്തുന്ന നല്ല സമ്പന്നനാവണമെന്നല്ല, നല്ല കോടീശ്വരനാവണമെന്നല്ല, മറിച്ച് നല്ലൊരു മനുഷ്യനാവാൻ നമുക്കതിന് നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും തീർച്ചയാണ്. എക്സാമിന് ടെൻഷനെ മാറ്റി വെച്ചിട്ട് ആ എക്സാമിന് ഇഷ്ടത്തോടു കൂടി സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്